ഇപ്പോൾ 8:30 ആയി. ഞാൻ ഇങ്ങനെ കണ്ണ് വെയിലത്ത് നോക്കി നടക്കും അല്ലേ? നമ്മൾ പറഞ്ഞ ടൈമിന് ഇറങ്ങുന്ന ആദ്യമായിട്ടല്ലേ? ഇന്നലെ അവൾ ലേറ്റാ. ഇന്ന് നമ്മൾ പറഞ്ഞ ടൈമിന് ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ 2 വാട്ടർ ആക്ടിവിറ്റി ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോകണം. ഞങ്ങൾ ഇന്നലെ നമ്മളെന്തായാലും ചെയ്തത് വാട്ടർ ആക്ടിവിറ്റി ചെയ്തല്ലോ. ഇന്നലെ നമ്മൾ സ്നോർക്കലിംഗ് ചെയ്തിട്ട് നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ ബ്രീത്തിങ്ങിൻ്റെ ശരിയാവുന്നില്ല. എനിക്ക് നല്ല പ്രശ്നം. തീരെ അങ്ങോട്ട് വെള്ളത്തിലൂടെ ഇറങ്ങുന്നില്ല. പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ ശേഷം പറ്റുന്നില്ല. നമ്മള് അവിടെ ഷാർജയിൽ ദിബയിൽ പോയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. പക്ഷേങ്കിൽ അതുപോലല്ലേ ഇവിടെ ഭയങ്കരമായിട്ട് അത് അത്ര ഒരു എന്താ പറയാ. വേറൊരു കാര്യം കേട്ടോ, ഇവിടുന്ന് ആദ്യം തന്നെ ഇവര് പറയുന്നുണ്ടായിരുന്നു എന്ത് സ്നോർക്കലിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. അത് നിങ്ങൾ ട്രെയിനിങ് എടുത്തിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ വേറെ ഇവിടെ ഇത്രയും ഇതിൽ പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ എന്നാലും ഓക്കെ കുഴപ്പമില്ല, ചെയ്ത് നോക്കാൻ ചെയ്ത് നോക്കി. പക്ഷെ അവര് പറഞ്ഞത് കറക്റ്റാണ് അവർ പറയുന്നത്. ട്രെയിനിങ് എടുത്ത് പോകുന്നതാണ് ബെറ്റർ. ഒരു റഫാണെന്ന് തോന്നുന്നു. അതെ. പിന്നെ നമ്മളെ ദുബായിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ പക്ഷേ ഇത്ര ഉപ്പൊന്നുമില്ല കേട്ടോ വെള്ളം നമ്മൾ വായിൽ കയറി ഭയങ്കര സാൾട്ടിയാണ്. പിന്നെന്താ വെച്ചാൽ ബ്രീത്തിങ് ശരിക്കും ശരിയാവുന്നില്ല. ഞാൻ പിന്നെ അത് സ്പെക്കും പിന്നെ ബ്രീത്ത് ചെയ്യുന്ന പൈപ്പ് ഉണ്ടല്ലോ അത് എടുത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് പോയി. അപ്പോൾ അതെനിക്ക് കുറച്ച് പോകാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പിന്നെ മേലെ വരിക, അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ജസ്റ്റ് റെസ്റ്റോറൻറ്റിലോട്ടാണ്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഈ കണ്ടിമ റിസോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ജസ്റ്റ് റെസ്റ്റോറൻറ്റിൽ മാത്രമാണ്. ബാക്കിയുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ ലഞ്ചും ഡിന്നറും മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി ആംബിയൻസോട് കൂടിയാണ് ഈ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഉള്ളിലാണെങ്കിലും പുറത്ത് ഔട്ട് സൈഡിലാണെങ്കിലും അടിപൊളിയായിട്ട് അവർ സീറ്റിംഗ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ സീറ്റിംഗ് ഇല്ല, ഉള്ളിൽ കംപ്ലീറ്റ് ബഫറ്റാണ്. അപ്പം ആ ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ലൈവ് കൗണ്ടർ ഉണ്ട്. നമുക്ക് അവർ കുറച്ച് ഫുഡ് ഐറ്റംസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓംലേറ്റ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ അവിടെ നിന്ന് അവർ റെഡിയാക്കി തരും. നമ്മൾ പറഞ്ഞാൽ മതി എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതേപോലെ ലൈവ് സ്പോട്ടിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ജെസ്കി ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ ആ ഒരു റിസപ്ഷൻ ഏരിയയുടെ അടുത്തുള്ളൊരു പ്ലേസാണ് ഇത്. നമ്മളെ ആ ബ്രിഡ്ജൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ആ ഒരു നമ്മൾ ആ ഉള്ള ഏരിയയിൽ നിന്ന് നമ്മൾ ആ ബീച്ച് സൈഡിലേക്ക് പോകുമ്പോഴുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മൾ എത്ര കണ്ടു കഴിഞ്ഞാലും മതി വരാത്തൊരു വ്യൂ ആണത്. നമ്മളെപ്പോഴും എല്ലാ ദിവസവും നമ്മളിപ്പം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ റൂമിലേക്ക് വന്നു. പിന്നെ ലഞ്ചെല്ലാം അവിടെ നിന്ന് കഴിച്ചു. പിന്നെ നമ്മൾ ഇറങ്ങുന്ന ഈവനിങ്ങിലാണ്. ഹൈ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്നലെ മിസ്സായ എന്താണ് സൺസെറ്റ് ക്രൂസിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2ാം ദിവസം വീണ്ടും പോവാണ്. ഇപ്പോഴും നമ്മൾ ഇന്നലെ ഇറങ്ങിയ 5:15 ആണ്. ഇപ്പോൾ ഇറങ്ങിയത് 5 o'clock ആണ്. അതിൻ്റെ വ്യത്യാസമുണ്ട്. അവർ 5:15 എത്താനാണ് പറഞ്ഞത്. അവിടുന്ന് ബസ് കിട്ടിയാൽ നമ്മൾ 5:15 എത്തും. എന്തായാലും പോയി നോക്കാം.
എന്തായാലും കിട്ടും. കാരണം ഈവനിങ് ടൈം എപ്പോഴും ബസ് ഇഷ്ടം പോലെ. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് ക്രൂസിലോട്ട് പോകുമ്പോഴാണ് ഒരു സീ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കണ്ടത്. അടിപൊളിയിട്ടാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. അത് നേരിട്ട് കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. നമ്മൾ ഫോണിൽ കാണുന്നതിനെക്കാട്ടും അടിപൊളിയാണത്. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് ക്രൂസിൽ പോയി. ആ ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സൺസെറ്റ് ക്രൂസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്തൊരു വീഡിയോയിലുള്ള വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും